ഗാസ ഇപ്പോൾ ഒരു വലിയ മാനുഷിക ദുരന്തമായി മാറിയിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. അവിടുത്തെ നാശനഷ്ടങ്ങളെക്കുറിച്ചും ദൗർലഭ്യത്തെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും നിങ്ങൾക്കറിയാം. ദുരിതാശ്വാസ സാമഗ്രികൾ പോലും ഇസ്രായേലുകൾ തടയുന്നത് എങ്ങനെയെന്നും നിങ്ങൾക്കറിയാം. യൂറോപ്പ് ഉൾപ്പെടെ ലോകം മുഴുവൻ അവരെ അപലപിച്ചത് എങ്ങനെയെന്നും നിങ്ങൾക്കറിയാം. അപലപിക്കുക മാത്രമല്ല, ഇപ്പോൾ അവർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും മുസ്ലിം ലോകത്തോടുള്ള ഇസ്രായേലിന്റെ നിലപാടുകളിൽ കടുത്ത കാഠിന്യം തുടരുന്നു. ഇരു കൂട്ടരും ഇബ്രാഹിമിന്റെ ഒരേ വംശപരമ്പരയിൽ നിന്നുള്ളവരാണ് എന്നതാണ് വസ്തുത. ആദ്യം യഹൂദന്മാർ, പിന്നെ ക്രിസ്ത്യാനികൾ, അതിനുശേഷം മുസ്ലിങ്ങൾ. അവർക്ക് ഒരേ പ്രവാചകന്മാരുമുണ്ട്. എന്നിട്ടും ഇസ്ലാം മതത്തിനുള്ളിലെ പോരാട്ടം നോക്കൂ. ഷിയാകളും സുന്നികളും എങ്ങനെയാണ് പോരാടുന്നത് എന്ന് നോക്കൂ. മതം ഏറ്റവും അക്രമാസക്തവും അധപതിച്ചതുമായ ഒരു ശക്തിയായി മാറും. നമ്മളിവിടെ യഹൂദമതത്തെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ മാത്രമല്ല സംസാരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ മതങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നു. വികലമാക്കപ്പെടുമ്പോൾ മനുഷ്യരാശിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യമായി അവ മാറുന്നു.